അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഹാരിസ് ബിൻ സലീം മൗലവിയുടെ പ്രഭാഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രഭാഷണമാണ്, അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് അതിവിദഗ്ധമായി കട്ടുമുറിച്ചുകൊണ്ട് കോട്ട് സക്കാഫി എന്നറിയപ്പെടുന്ന അബ്ദുസ്സലാം സക്കാഫി പച്ച നുണകൾ മുജാഹിദിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്നതായി കണ്ടു. അതിനുള്ള ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇവിടെ വിഷയം ഇതാണ്. CN അഹമ്മദ് മൗലവി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ദീനിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. എന്നാൽ അദ്ദേഹം ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നൈൽ നദി, അതുപോലെ തന്നെ ഉറുമ്പുമായി സംസാരിച്ച്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ യുക്തിയിൽ നിന്ന് പല വ്യാഖ്യാനങ്ങളും നടത്തി. അദ്ദേഹം മറ്റുള്ളവർ, ഇതര മതസ്ഥരൊക്കെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിനെ കുറിച്ച് മോശമായി തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ചില ചിന്തകളിൽ നിന്നാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇറക്കി. അത് ഇറക്കിയത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് താഴോട്ടേക്കോ ഇല്ലെങ്കിൽ സൂറത്തുൽ നാസിൽ നിന്ന് മുകളിലോട്ടേക്കോ അല്ല, സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ് അത് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം മൗലവി അത് സംസാരിക്കുന്നത്. അത് കേട്ടാൽ തന്നെ അറിയാം CN അഹമ്മദ് മൗലവിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളും ഈ രീതിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ തന്നെ ഇറക്കിയത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ അതൊക്കെ കട്ടുമുറിച്ചുകൊണ്ട്, അതിവിദഗ്ധമായി കട്ടുമുറിച്ചുകൊണ്ട് ഈ കോട്ട് സക്കാഫി പച്ച നുണകൾ ഹാരിസ് ബിൻ സലീം മൗലവിയുടെ ഒക്കെ സംസാരങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടൊക്കെ പറയുകയാണ്. നമുക്ക് ഈ കോട്ട് സക്കാഫിയുടെ സംസാരത്തിലൂടെ ഇതിനുള്ള മറുപടിയും കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു വീഡിയോ ക്ലിപ്പ്, അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഒരു മുജാഹിദ് മൗലവിയാണ്, മുജാഹിദുകൾക്കിടയിൽ അറിയപ്പെട്ടൊരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. കോട്ട് സക്കാഫിയുടെ ഈ സംസാരം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കോട്ട് സക്കാഫിയുടെ ആളുകളുടെ വാദപ്രകാരം മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്നാണ്. വഹാബിസം എന്നുള്ളത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം പോലുമില്ല, അല്പം പോലും ബന്ധമില്ല. ഇസ്ലാമിൻ്റെ വിരുദ്ധരായ സയനിസ്റ്റുകാരും ജൂതന്മാരും ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടാക്കിയതാണ് വഹാബിസം. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമുമായിട്ട് അതിന് കുലബന്ധം പോലുമില്ല. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പം സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, വഹാബികളെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന്? ഇവിടെ ഈ മുസ്ലിയാർ പറയുന്നത് മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല എന്നാണ്. എന്നാൽ കോട്ട് സക്കാഫി പറയുന്നത് മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് എന്നാണ്. കോട്ട് സക്കാഫിയുടെ മറ്റുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നത് മുജാഹിദുകളോട് കണ്ടാൽ സലാം പറയരുത്, അവരോട് കൂടെ ഇരുത്തരുത്, ഇതൊക്കെ ഇയാളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞത് മുജാഹിദുകളോട് സലാം പറയരുത്, മുജാഹിദുകളെ കൂടെ ഇരുത്തരുത്, മുജാഹിദുകളെ വിരുന്നിന് വിളിക്കരുത്, മുജാഹിദുകാരൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് കാണാൻ പോകരുത്, മയ്യത്ത് നിസ്കരിക്കരുത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇയാളും ഇയാളുടെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പ്രസംഗിച്ച ചില മുസ്ലിയാക്കന്മാർ പച്ചക്ക് തന്നെ അത് മൈക്കിലൂടെ വിളിച്ചു കൂവുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. ഏതായിരുന്നാലും മുജാഹിദിനെ അടിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വാദമായിക്കൊണ്ട്, ഹാരിസ് ബിൻ സലീമിന്റെ വാദമായിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. CN അഹമ്മദ് മൗലവിയുടെ വിഷയങ്ങളൊക്കെ ഹാരിസ് ബിൻ സലീമിന്റെ വാദമായിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ ഈ പറയുന്ന മുജാഹിദുകളൊക്കെ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കാനുള്ള കാരണം. അത് നമുക്ക് തുടർന്നുള്ള സംസാരം കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മുസ്ലിമായ വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എഴുതാൻ സാധിക്കുമോ, ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ചു പോകും. ആദ്യം നമുക്ക് ആ വീഡിയോയുടെ ഭാഗം കാണാം. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയൂ അമാനി മൗലവി പരിഭാഷ എവിടുന്നാ തുടങ്ങിയത്? മുഹമ്മദ് അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത് എവിടുന്നാന്ന് അറിയോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കുമല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിന്റെ കാരണം? അമാനി മൗലിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയുന്ന കാരണം, അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾ
ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ അമുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ ഫംഫലക്കൽ ബഹറു ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അദീം, കടല് പിളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂലേ. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോൾ മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി, അല്ലേ? കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ്. ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാം. നമ്ലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, അതൊരു ഗോത്രവർഗക്കാരിയാണ്. അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു, ഒരു ഗോത്രവർഗക്കാരിയോട് വർത്താനം പറഞ്ഞു. മനസ്സിലാണല്ലേ? എന്തൊരു സുന്ദര വ്യാഖ്യാനാണ്, എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ. കേട്ടില്ലേ സഹോദരങ്ങളെ? ഈ കോട്ട് സക്കാഫി ക്ലിപ്പ് കാണിക്കുന്ന രൂപം നിങ്ങൾ കണ്ടില്ലേ? ഇത് ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതന്റെ വാദമായിക്കൊണ്ടാണോ ഹാരിസ് ബിൻ സലീം ഇത് സംസാരിക്കുന്നത്? ആ പ്രഭാഷണത്തിന്റെ തൊട്ട് മുമ്പുള്ള ഭാഗവും ശേഷമുള്ള ഭാഗവും കേട്ടുകഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹം തന്നെ ഇട്ട ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ ഈ മുസ്ലിയാരിട്ട ക്ലിപ്പിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യം അവസാനം എന്താണ് ഇയാൾ പറഞ്ഞത്, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണല്ലോ ഒരാൾക്കെതിരെ ഈ സംസാരങ്ങൾ നടത്താറുള്ളത്. ഇത് അതൊന്നുമല്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുജാഹിദുകൾക്കെതിരെ എന്ത് പറയണം, ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എന്ത് നാളെ ഞാൻ സംസാരിക്കണം എന്ന് ഗവേഷണം നടത്തി തപ്പിപ്പിടിച്ച് എന്തെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തൊക്കെ ആരോപണങ്ങൾ ഇവരുടെ പേരിൽ ഉന്നയിക്കാൻ പറ്റുമോ അതൊക്കെ ഉന്നയിക്കാമെന്ന ലക്ഷ്യത്തോടെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുകയാണ് ഈ കോട്ട് സക്കാഫിയെ പോലെയുള്ള കുബൂരികൾ. അദ്ദേഹം ചോദിക്കുന്നത് കേട്ടില്ലേ, ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ പറയാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന പണ്ഡിതന്റെ വാദമായിക്കൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാര് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു. അങ്ങനെ കുറെ ഫത്വകളൊക്കെ ഉണ്ട് ഇവരെ. ഈ ഫത്വ പ്രകാരം ഇവരുടെ മുസ്ലിയാക്കന്മാർ എത്ര കാഫറായിട്ടുള്ളത് ഖുർആൻ പരിഭാഷ എഴുതിയ പ്രകാരം? റഹ്മത്തുള്ളാഹി കാസിമി എന്ന് പറയുന്ന അരപ്പിരി ലൂസ് ഉണ്ടല്ലോ, അദ്ദേഹം കാഫിറല്ലേ ഇവരുടെ വാദപ്രകാരം. അതുപോലെ തന്നെ കുറെ കൂറ്റനാട് മുസ്ലിയാർ കാഫിറല്ലേ, അങ്ങനെ കുറെ ഉണ്ടല്ലോ, അവരൊക്കെ കാഫിറല്ലേ. എന്നാൽ ഇവിടെ എന്താണ് ഇവർ പറയുന്നത്? മുസ്ലിമായ ഇയാൾക്ക് എങ്ങനെയാ ഇതൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഹാരിസ് ബിൻ സലീമിന്റെ വാദമായിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കാനാണ് കോട്ടുമുക്രി ശ്രമിക്കുന്നത്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി ഹാരിസ് ബിൻ സലീം മൗലവി എന്താണ് തുടക്കത്തിലും അവസാനമൊക്കെ പറഞ്ഞത് എന്നതൊന്ന് കേൾക്കാം. ജസ്റ്റ് അതിൽ സന്ദേഹമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. എന്താണ് അവരുടെ ഗുണം? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. ഒന്നാമത്തെ അതന്നെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അറിയൂ അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത്? മുഹമ്മദ് അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത് എവിടുന്നാന്ന് അറിയൂ? സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങി. എന്താണ് അതിന്റെ കാരണം? അമാനി മൗലവിയുടെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയുന്നതിന്റെ കാരണം? അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതിക്കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിൽ എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം. എന്താ ചെയ്തത്? സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത്? ഒരു വിശ്വാസിയുടെ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവർ ഗൈബിൽ വിശ്വസിക്കും, മറഞ്ഞ കാര്യത്തിൽ അവർ വിശ്വസിക്കും. മനസ്സിലായല്ലോ? ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞാണ് CN അഹമ്മദ് മൗലവിയെ വിഷയം പറയുന്നത്. മനസ്സിലായല്ലോ? CM മൗലവിക്ക് മറുപടി എന്ന രീതിയിലാണ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയത് എന്ന് പറയാനാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത്. അതായത് CN അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന ആളല്ല,
അതുപോലെ തന്നെ ഇസ്ലാം വിറ്റ് ജീവിക്കാൻ വന്ന ആളല്ല. അതായത് സമസ്ത മുസ്ലിയാക്കന്മാരെ പോലെ ആമാശയം വീർപ്പിക്കാൻ വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനിച്ച ആളല്ല എന്ന് മനസ്സിലായില്ലേ? മുസ്ലിയാക്കന്മാരെ പോലെ ആമാശയം വീർപ്പിക്കാൻ വേണ്ടി ഇസ്തിഗാസക്കും അതുപോലെ തന്നെ നബിദിനാഘോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തെളിവായിക്കൊണ്ട് അള്ളാഹുവിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ ദുർവ്യാഖ്യാനിക്കാനല്ലായിരുന്നു. അതായത് ഇസ്തിഗാസക്ക് തെളിവായിക്കൊണ്ട് വസ്അൽ മൻ അർസൽന ഓതിയതുപോലെ സൂറത്തുൽ മാഇദയിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ, അതുപോലെ തന്നെ നബിദിനാഘോഷത്തിന് സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ അങ്ങനെ ദുർവ്യാഖ്യാനിച്ചതായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിനെ മറ്റുള്ളവർ ഈ രീതിയിലൊക്കെ നേർക്ക് നേരെ അങ്ങോട്ടൊക്കെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തെറ്റിദ്ധരിക്കുമോ എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചില വ്യാഖ്യാനങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അതിനൊക്കെയുള്ള ഗണ്ണനമായിക്കൊണ്ട് ഇല്ലെങ്കിൽ അതിനൊക്കെയുള്ള മറുപടി ആയിക്കൊണ്ടാണ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇറക്കിയത് എന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിനെ ഹാരിസ് ബിൻ സലീമിന് ഇങ്ങനെയൊക്കെ വാദമാണ്, മുജാഹിദുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വാദമാണ് എന്ന രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കോട്ട് സക്കാഫിയുടെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അല്ലായിരുന്നു കോട്ട് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നുവെങ്കിൽ മുജാഹിദുകളുടെ പല പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ ഇത് കാണണമായിരുന്നു. നൈൽ നദിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നവർക്ക് വേലിയിറക്കവും അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വേണമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അതിന് മറുപടിയായിക്കൊണ്ടാണ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇറക്കിയത് എന്നത് വ്യക്തമാണ്. സഹോദരങ്ങളെ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ കോട്ട് ഞങ്ങളുടെ പേരിൽ ആരോപിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയാ കാണുക? സമസ്താലയത്തിൽ തന്നെയാണ്. നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാനുണ്ട്. കോട്ട് സക്കാഫി ബാക്കി പറയട്ടെ. അതായത് മുജാഹിദുകൾ നിരന്തരമായി കറാമത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഡിങ്കൻ കഥ, മായാവി കഥ, ബാലരമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഔലിയാക്കളുടെ പേരിൽ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന്. പക്ഷെ അങ്ങനെയല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയാണ് അവർക്കുള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ ചിന്തകളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ യുക്തിവാദികളിൽ നിന്ന് അധികം അകലമൊന്നുമല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഈ കോട്ട് സക്കാഫിയുടെ പറഞ്ഞു വരുന്നത് മുജാഹിദുകളൊക്കെ യുക്തിവാദികളാണ്, ഇല്ലെങ്കിൽ യുക്തിവാദികളിലേക്ക് പോകേണ്ടവരാണ്, ഇല്ലെങ്കിൽ യുക്തിവാദികളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ്. അതിനുള്ള കാരണം മായാവി കഥകൾ പറയുന്ന CM മടവൂരിന്റെ ഒക്കെ പേരിൽ ബാലരമ പൂമ്പാറ്റ കള്ളക്കഥകൾ പറയുന്ന ലാഘവത്തോടെ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു കൂവുന്ന കുറെ പുരോഹിതന്മാരുണ്ടല്ലോ. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇതിനൊക്കെ എതിർത്തുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ പറയുന്ന കോട്ടിന്റെയൊക്കെ നേതാക്കന്മാരായ പേരോട് സക്കാഫിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനെ ശക്തമായി എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ കള്ളത്തരങ്ങൾ നിരന്തരമായി ഈ പറയുന്ന പുരോഹിതന്മാർക്കെതിരെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിലുള്ള പ്രയാസത്തിൽ നിന്നാണ് ഈ പറയുന്ന കോട്ട് സക്കാഫിയെ പോലുള്ള ആളുകളൊക്കെ ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി കാരണം. ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുജാഹിദുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ യുക്തിവാദത്തിലേക്ക് നീങ്ങുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് മുജാഹിദ് തലക്ക് പിടിക്കുമ്പോൾ, ഈ അടുത്തന്നെ നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് നേതാവായ ഒരാൾ ഇപ്പോൾ യുക്തിവാദത്തിലേക്ക് പോയി. അത് അദ്ദേഹത്തിന്റെ FP-യിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സഹോദരങ്ങൾ, ഇപ്പോഴും കൃത്യമായി മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം മുജാഹിദുകളൊക്കെ യുക്തിവാദികളാണ്, യുക്തിവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഇദ്ദേഹത്തിനൊന്നും ആദർശം കൊണ്ട് നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളത്തരങ്ങൾ നിരന്തരമായി പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി യുക്തിവാദത്തിന് ഇപ്പോൾ ഇദ്ദേഹം വലിയ കാര്യമായി പറഞ്ഞത് ഒരു ചങ്ങായി യുക്തിവാദത്തിലേക്ക് പോയി. അത് സ്റ്റേറ്റ് നേതാവായ മുജാഹിദിന്റെ ഒരാൾ യുക്തിവാദത്തിൽ പോയി. അള്ളാഹു അല്ലേ ഹിദായത്ത് നൽകുന്നവൻ, അത് നിലനിർത്തേണ്ടതും അള്ളാഹു ആണല്ലോ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പോലും പഠിപ്പിച്ചു തന്നതല്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് തുടങ്ങുന്ന. ഇതൊക്കെ ഈ മുസ്ലിയാർക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, ബോധപൂർവമാണ്. ഇനി മുസ്ലിയാർ ഇങ്ങനെ മുജാഹിദിന്റെ മെക്കിട്ട് കയറുകയാണ് എങ്കിൽ ഞങ്ങൾക്കും അങ്ങോട്ടേക്ക് തിരിച്ച് കുറെ ചോദിക്കാനുണ്ട്. കുറെ എണ്ണം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടില്ലേ? ഹുദവിമാരും സക്കാഫിമാരും ഒക്കെ പല കോലത്തിലായിട്ട് പോയിട്ടില്ലേ? മാവൂര യുക്തിവാദത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായതല്ലേ, സമസ്തയിൽ ഉണ്ടായതല്ലേ? അതുപോലെ തന്നെ ദ്വീപിലുള്ള ഹിദായത്തുല്ലാഹ് ഹുദവി സക്കാഫി, അദ്ദേഹം കാദിയാനിസത്തിലേക്ക് പോയില്ലേ? അത് നിങ്ങളെ കൂട്ടത്തിൽ നിന്നല്ലേ? അതുപോലെ തന്നെ അസ്കരി ഹുദവി, അത് നിങ്ങളെ EK സമസ്തക്കാരനല്ലേ? അദ്ദേഹം യുക്തിവാദത്തിൽ പോയില്ലേ? അതുപോലെ തന്നെ സുലൈമാൻ ക്രിസ്ത്യാനിയിലേക്ക് പോയില്ലേ? മനസ്സിലായില്ലേ? ഫാദറായി നടക്കുന്നില്ലേ? ഇങ്ങനെ എത്ര നമുക്ക് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്? ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ചെറുത് 3-4 പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് ഇതുപോലെ എണ്ണി പറഞ്ഞു തരാൻ വേണമെങ്കിൽ. മുസ്ലിയാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഹിദായത്ത് നിലനിർത്തി തരേണ്ടത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും മുജാഹിദിനെ ഒന്ന് അടിക്കണം, അത് മാത്രമേ മുസ്ലിയാർക്ക് ലക്ഷ്യമുള്ളൂ, വേറെ ഒന്നുമല്ല.
മുജാഹിദിനെ എങ്ങനെയെങ്കിലും അടിക്കണം, അതിനെന്ത് കള്ളത്തരം പറയാനും എന്ത് ആരോപണം ഉന്നയിക്കാനും ഒരു മടിയുമില്ലാതെയാണ് മുസ്ലിയാർ രംഗത്ത് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഔലിയാക്കളുടെ എന്തെങ്കിലും കറാമത്ത് എന്ന് മാത്രമല്ല, മുഅ്ജിസത്തുകളാണെങ്കിലും മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അത്ഭുത സംഭവങ്ങൾ വരെ അവര് അതിന് സാധാരണയിലേക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ കാലത്ത് നംലത്തുൻ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന വിഷയത്തെ അതിനൊരു സ്ത്രീയാക്കി മാറ്റുകയാണ്. കാരണം ഉറുമ്പ് സംസാരിക്കുമോ, അത് ഒരു ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. കാരണം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നിയതിൻ്റെ കാരണം അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിൽ വിശ്വാസമില്ല. അള്ളാഹു എന്ന ലോക സൃഷ്ടാവിലൂടെ ഉണ്ടെന്നും അവന് എല്ലാം സാധിക്കുമെന്നും വിശ്വസിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ ഒരു വസ്തു സംസാരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ തടസ്സമുള്ളത്? കാരണം അവന്റെ കഴിവുകൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ലല്ലോ. കാരണം ഏത് വസ്തുക്കളിൽ നിന്നും സംസാരിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ആകുന്നത്. അവിടെ അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു ഭാഗം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അവരുടെ വിശ്വാസം? അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം സമുദ്രത്തിന്റെ ഒരു ഭാഗം വടിയെടുത്ത് അടിച്ച് രണ്ട് പിളർപ്പായി രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു. ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഇദ്ദേഹത്തിനുള്ളത്. കാരണം കേട്ടില്ലേ സഹോദരങ്ങളെ, ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ വാലാട്ടികളായ ആളുകളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ഹാരിസ് ബിൻ സലീം മൗലവി അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഇറങ്ങാനുള്ള പശ്ചാത്തലമാണ് സംസാരിക്കുന്നത്. ഇനി നിങ്ങളോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്, അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ യുക്തിപരമായിട്ടാണ് അവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കാണിക്കാൻ നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പച്ച നുണയാണ് താൻ പറയുന്നത്. ഇവിടെ ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന പണ്ഡിതൻ ഈ പറയുന്ന CN അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിയാരൻ എന്ന മൗലവിയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ വാദം ഏറ്റെടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തെ ഗണ്ണിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അദ്ദേഹം സമസ്താലയത്തിലെ പുരോഹിതന്മാരെ കണക്കെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, അവരുടെ ആമാശയം വീർപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും കടത്തിക്കൂട്ടാനുള്ള ശ്രമമല്ല നടത്തിയത്. ഇസ്ലാമിനെ വാനോളം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഇസ്ലാമിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കരുത് എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു യുക്തിപരമായ വ്യാഖ്യാനം നൽകിയെന്ന വമ്പൻ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അതിന് മറുപടിയായിക്കൊണ്ടാണ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇറക്കിയത് എന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹാരിസ് ബിൻ സലീം മൗലവിയുടെയും മുജാഹിദുകളുടെയും വാദം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഇവർ ഖുർആൻ പരിഭാഷയിലൊക്കെ എഴുതി വെച്ചത് എന്നൊക്കെ ഉറുപ്പില്ലാതെ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒന്ന് ഞങ്ങൾ കാണട്ടെ. ആ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കേണ്ട മുസ്ലിയാർ ആരെങ്കിലും മുറിച്ചിട്ട ക്ലിപ്പുമായിട്ടാണ് വരേണ്ടത്. ഇനി ബോധപൂർവമാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം. ഇനി അല്ല അബദ്ധം പറ്റിയതാണ് എങ്കിൽ നിങ്ങൾ എനിക്ക് അബദ്ധം പറ്റിയതാണ് തിരുത്തണം. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇറക്കിയിട്ട് ഇത് തിരുത്തണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അത്ഭുതങ്ങളെ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം സൃഷ്ടാവിന്റെ സാന്നിധ്യം, അള്ളാഹു ആരാണ്, അള്ളാഹു എങ്ങനെയൊക്കെ ഒരാൾക്ക് കഴിവ് നൽകും, അള്ളാഹുവിന് എന്തെല്ലാം അവന്റെ സൃഷ്ടികൾക്ക് നൽകാൻ പറ്റും, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംശയിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുജാഹിദുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞ പല അത്ഭുത സംഭവങ്ങളെ കുറിച്ചും മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിയാർ ഇവിടെ കള്ളത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച ചില കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. മുജാഹിദിന്റെ പേരിൽ പച്ച നുണയും പറഞ്ഞു വരുന്ന മുസ്ലിയാരെ, നിങ്ങൾ ആദ്യം നിങ്ങളെ മുസ്ലിയാക്കന്മാരൊക്കെ എഴുതി വെച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി പരിശോധിക്ക്. എന്നിട്ട് മതി മുജാഹിദിനെയൊക്കെ വന്ന് ചൊറിയാൻ. മുജാഹിദുകൾക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് മുജാഹിദിന്റെ പേരിൽ നിരന്തരം നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച പല കാര്യങ്ങളും ഖുർആൻ പരിഭാഷയാണല്ലോ വിഷയം. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്ക്. സമസ്താലയത്തിന്റെ ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തമ്മിലുള്ള തർക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അള്ളാഹുവിനെ കുറിച്ചാണ്. KVയുടെ ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാവ് എഴുതി വെച്ച ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകും. നിങ്ങൾ സ്ക്രീനിലേക്ക് ശരിക്കും ശ്രദ്ധിച്ചോ. EK അബൂബക്കർ മുസ്ലിയാർ എഴുതുന്നത് എന്താണ് എഴുതുന്നത്? ഇത് സുന്നി വോയിസ് 1981 ജനുവരി 30 ആ ദൈവം മുസ്ലിങ്ങളുടേതല്ല. മനസ്സിലായല്ലോ? ആ ദൈവം മുസ്ലിങ്ങളുടേതല്ല. ഇത് ആർക്കുള്ള ഖണ്ഡനമാണ്, ഇല്ലെങ്കിൽ ആർക്കുള്ള മറുപടി ആയിട്ടാണ്, ഇല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഇത് എഴുതുന്നത്? KVക്കെതിരെ. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം.
ഉത്കൃഷ്ട ഗുണങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്നതും നീചവും നിന്ദ്യവുമായ എല്ലാറ്റിനെ തൊട്ടും അവൻ പരിശുദ്ധനാണ് എന്നതും മുസ്ലിം സമുദായത്തിന്റെ ഈമാനിന്റെ അടിത്തറയാണ്. വിശുദ്ധ ഖുർആൻ സംശയ ലേശമന്യേ ആ കാര്യം ആവർത്തിച്ചാവർത്തിച്ചു പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഇബാദത്തുകളുടെ ബാഹ്യമായ ചടങ്ങുകളിലെല്ലാം പ്രകടമായി കാണാവുന്നതുമാണ്. ഈ അടിസ്ഥാന സിദ്ധാന്തത്തെ പാടെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഖുർആൻ പരിഭാഷ നിലകൊള്ളുന്നതെന്ന് ഇതിനു മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട്. ആളുകളെ പരിഹസിക്കുക, ചായം മുക്കുക എന്നിങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു കോമാളിയായിട്ടാണ് മലയാള ഖുർആനിൽ അള്ളാഹുവിനെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടുവല്ലോ. എന്താണ് ഇവിടെ ഈ കെ അബൂബക്കർ മുസ്ലിയാർ കെവിയുടെ ഖുർആൻ പരിഭാഷയെക്കുറിച്ച് പറയുന്നത്? അള്ളാഹുവിനെ കോമാളിയാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു എന്നാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത് കാണുക. ഇനിയും കാണുക, അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവനെയും പാടെ പിൻപറ്റുന്നവനെയും നാം വേർതിരിച്ചറിയേണ്ടതിനായിട്ടാണ് താങ്കൾ മുമ്പ് സ്വീകരിച്ചു പോന്നിരിക്കുന്ന കിബിലയെ നാം നിശ്ചയിച്ചു തന്നത്. കെവിയുടെ ഖുർആൻ പേജ് 104. തുടർന്ന് ഈക്ക പറയുന്നത് കാണുക. എന്ത്? അള്ളാഹുവിന് മുൻകൂട്ടി അറിവില്ല എന്നോ? അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവർ ആരെന്നും അല്ലാത്തവർ ആരെന്നും അള്ളാഹുവിന് അറിയില്ല. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ അവൻ ഒരു തന്ത്രം ഉപയോഗിച്ചു, അവരെ വലയിലാക്കി എന്നാണല്ലോ ഇതിൻ്റെ സാരം. ഇപ്പം എങ്ങനെയുണ്ട്? എത്ര ബുദ്ധിഹീനവും ഭയങ്കരവുമാണ് ഈ വാദം. അള്ളാഹു വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ജാഹിലാണെന്നാണോ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കാൻ പറ്റുന്നവർ ആരെന്നും അല്ലാത്തവർ ആരെന്നും മനസ്സിലാക്കാൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യന്മാർക്ക് തന്നെ അറിവുണ്ടാകുമെന്നിരിക്കെ അള്ളാഹുവിന് അതില്ല എന്നാണോ? അതുണ്ടാക്കി തീർക്കാൻ അവൻ ഒരു ഗൂഢതന്ത്രം പ്രയോഗിച്ചു എന്നതിൽ പരം വഷളായ ഒരു കുഫ്രി തർജിമ എവിടെ കാണും? നാളിതുവരെ ആരും പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത അർത്ഥമാണിതെന്ന് വായനക്കാർ ഗ്രഹിക്കേണ്ടതാണ്. പരിഭാഷക്കാരൻ്റെ ദൈവം കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്നവനും പരമവിഡ്ഢിയുമാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇതൊക്കെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കെവിയുടെ ഖുർആൻ പരിഭാഷയ്ക്കെതിരെ പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? ഈ കെവിയും ഇ കെയും ഒക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഞാനതിനെ ആദ്യം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നത് നോക്കുക. എന്താണ്? പരിഭാഷക്കാരൻ വീണ്ടും പറയുന്നു. ആരാണ് പരിഭാഷക്കാരൻ? കെവി. എന്താണ് പറയുന്നത്? പരിഭാഷക്കാരൻ വീണ്ടും പറയുന്നു, സത്യവിശ്വാസികളെ കപടവിശ്വാസികളിൽ നിന്നു അള്ളാഹു വേർതിരിച്ചറിയുവാനും. കെവിയുടെ ഖുർആൻ പരിഭാഷ 284. വീണ്ടും പറയുന്നു, അള്ളാഹു നിങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്തവരെയും ക്ഷമയോടെ ഉറച്ചു നിന്നവരെയും അള്ളാഹു അറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കെവിയുടെ ഖുർആൻ പരിഭാഷ പേജ് 285. വീണ്ടും പറയുന്നത് കാണുക. കപടവിശ്വാസികളെ അവൻ വേർതിരിച്ചറിയേണ്ടതിനായിട്ടുമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. കെവിയുടെ ഖുർആൻ പരിഭാഷ പേജ് 296. വീണ്ടും പറയുന്നത് കാണുക. അവൻ സത്യവിശ്വാസികളെ വേർതിരിച്ചറിയേണ്ടതിനുമായി സംഭവിച്ചതായിരുന്നു. കെവിയുടെ ഖുർആൻ പരിഭാഷ പേജ് 296. വീണ്ടും അദൃശ്യാവസ്ഥയിൽ തന്നെ ഭയപ്പെടുന്നത് ആരെന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്. പേജ് 466. നോക്കുക, പരിഭാഷക്കാരൻ്റെ മലയാള ഖുർആനിൽ നിന്നും ചിലതാണ് മേലുദ്ധരിച്ചത്. കെവിയുടെ ഖുർആൻ പരിഭാഷയിലെ ഏതാനും ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഇനി ഈ കെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താണ്? പരിഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ദൈവം തനി ജാഹിലായ മരമണ്ടൂസനാണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയുണ്ട്? കെവിയുടെ ഖുർആൻ പരിഭാഷയിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ അത് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ട് ഈക്ക പറയുന്നത് എന്താണ്? പരിഭാഷയിൽ ചിത്രീകരിക്കപ്പെട്ട ദൈവം തനി ജാഹിലായ മരമണ്ടൂസനാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനെ മരമണ്ടൂസനായിക്കൊണ്ടാണ് കെവിക്കെതിരെ ഈക്കെ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ എഴുതുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അറിവുണ്ടാവാൻ അത് ചെയ്തു, അറിവുണ്ടാവാൻ ഇത് ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. മുൻകൂട്ടി വിവരമില്ലാത്ത ജാഹിലായ ഈ ദൈവം മുസ്ലിങ്ങളുടേതല്ല എന്ന് തീർച്ചയാണ്. വല്ല ദേവനോ മറ്റോ ആവാനേ തരമുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ തർജിമ വന്നെത്തിയിട്ടുള്ള കുഫ്രിയത്ത് എത്ര ഭയങ്കരം! കോട്ടുമുക്രി പറ. നിങ്ങളുടെ ഉസ്താദ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ലേഖനമാണ് ഞാനിവിടെ വായിച്ചത്. കെവി എന്ന് പറയുന്ന നിങ്ങളുടെ ഉസ്താദിൻ്റെ ഖുർആൻ പരിഭാഷയെ പറ്റിയാണ് ഈ പറയുന്നതും.
അതുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ഇനി ഞാനൊരു പ്രത്യേക വിശദീകരണമൊന്നും നൽകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കമൻറ്റുകളും, അതായത് ഈ പറയുന്ന EKയുടെ സംസാരവും എന്താണ് എന്ന് നമ്മൾ കേട്ടല്ലോ. എന്തു പറയാനുണ്ട് കോട്ട് സക്കാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാർക്ക്? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ചതല്ലേ. ഇനിയും കുറേ ഉണ്ട് വായിക്കാൻ. അതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ കറാമത്തുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ അത്ഭുത സംഭവങ്ങളൊക്കെ പറയുമ്പോൾ മായാവി കഥ, ഡിങ്കൻ കഥ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് യുക്തിവാദികളും പറയുന്നത്. യുക്തിവാദികൾ യഥാർത്ഥത്തിൽ അത് പറയാനുള്ള കാരണം അവർക്ക് ലോക സൃഷ്ടാവ് അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമില്ല. ലോകത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നില്ല. ഒരു മതത്തിലും മതങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ദൈവത്തിലും അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണങ്ങൾക്കപ്പുറം, ഭൗതികമായൊരു കാര്യത്തിനപ്പുറം ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ഇത്തരം അത്ഭുത കാര്യങ്ങളെയെല്ലാം അത് സാമാന്യവൽക്കരിച്ച് സാധാരണ കാര്യമാക്കി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ ഒന്നും ഒരു അത്ഭുത കാര്യങ്ങൾ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ മുജാഹിദ് മൗലവിമാർ അവരുടെ തഫ്സീറുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളാണെങ്കിലും സമൂഹത്തിന് മെല്ലെ മെല്ലെ അവർ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇപ്പോൾ ഇവിടെ ഹാരിസ് ബിൻ സലീം മൗലവിയുടെ പ്രഭാഷണം കേൾപ്പിച്ചുകൊണ്ട് മുസ്ലിയാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? മൊയ്ജിദത്തും കറാമത്തും ഒക്കെ നിഷേധിക്കുന്ന ആളുകളാണ്, യുക്തിവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആളുകളാണ് എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ പോകുന്നത്. ഇനിയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുജാഹിദുകൾ ഇറക്കിയ ഖുർആൻ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ യുക്തിവാദം ഉന്നയിച്ചത് മനസ്സിലായല്ലോ. ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന് നേരെ വിപരീതമായ അർത്ഥം നൽകിക്കൊണ്ട് മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയ ഭാഗങ്ങൾ ഒന്ന് കാണിച്ചു തരണം കോട്ട് സക്കാഫി. എന്നിട്ട് വേണം പറയാൻ. വെറുതെ തന്റെ തൊള്ളക്ക് തോന്നിയതൊക്കെ വിളിച്ചു കൂവിയല്ല വേണ്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന്. നമുക്ക് മുസ്ലിയാരുടെ നേരത്തെ നമ്മൾ വായിച്ച സുന്നി വോയിസ് ഉണ്ടല്ലോ, അതേ സുന്നി വോയിസ് തന്നെ നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഇത് 1981 ഫെബ്രുവരി 6 വായിച്ച ലേഖനത്തിന്റെ ബാക്കിയാണ്. തുടരുമെന്ന് അതിൽ കണ്ടില്ലേ, അതിന്റെ ബാക്കിയാണിത്. ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ഹെഡിങ് തന്നെ ഇതും KVക്ക് മറുപടി ആയിക്കൊണ്ട് തന്നെ എഴുതുന്നതാണ്. ആരാണ് എഴുതുന്നത്? EK അബൂബക്കർ മുസ്ലിയാർ. ഇവരാരൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് മറക്കണ്ട. ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ഇതിന്റെ ഹെഡിങ് എന്താണ്? സുന്നി വോയിസ് 1981 ഫെബ്രുവരി 6, മറ്റേത് ജനുവരി 30. അതിന് തൊട്ട് ശേഷം വന്ന ലേഖനമാണ്. ഇവിടെ കൊടുക്കുന്ന ഹെഡിങ് എന്താണ്? അള്ളാഹു വിവരമില്ലാത്തവനോ എന്നാണ്. അതാണ് ഹെഡിങ്. ഇവരുടെ ആരാണ് എഴുതുന്നത്? EK അബൂബക്കർ മുസ്ലിയാർ. നേരത്തെ കോട്ട് സക്കാഫിയുടെ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പാടുണ്ടോ ഒരു മുസ്ലിമിന്? ഇങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ ഒരു മുസ്ലിമിന്? ഇതുപോലെ ഇവരൊക്കെ എഴുതി വെച്ച പല സംഭവങ്ങളുമുണ്ട്. ഇവിടെ സമയം പോകുന്നത് കൊണ്ടാണ് അതൊന്നും വായിക്കാത്തത്. ഞാൻ പെട്ടെന്ന് ഇതൊന്ന് ജസ്റ്റ് ഭാഗങ്ങൾ വായിച്ച് പെട്ടെന്ന് പോകാം. എന്താണ് ഇതിൽ പറയുന്നത്? സുന്നി വേഷം ധരിച്ചുകൊണ്ട് പരിഭാഷക്കാരൻ ചെയ്തു കൂട്ടിയ വിക്രിയകൾ കഴിഞ്ഞ ലക്കങ്ങളിൽ വായനക്കാർ കണ്ടുവല്ലോ. കഴിഞ്ഞ നമ്മൾ നേരത്തെ വായിച്ച സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന സുന്നി വേഷം ധരിച്ചത് മൊത്തത്തിൽ മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി നടക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് കൂടുതൽ സംസാരിക്കുന്ന സമയം അങ്ങ് പോകും, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഇവിടെ പറയുന്നത് സുന്നി വേഷം ധരിച്ചുകൊണ്ട് പരിഭാഷക്കാരൻ ചെയ്തു കൂട്ടിയ വിക്രിയകൾ കഴിഞ്ഞ ലക്കത്തിൽ വായനക്കാർ കണ്ടുവല്ലോ. ഇസ്ലാമിക വിശ്വാസങ്ങളെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കാൻ പര്യാപ്തമായ നിലയിലാണ് മലയാള ഖുർആൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്നിട്ടോ ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. അള്ളാഹു വിവരമില്ലാത്ത ജാഹിലും അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണെന്ന് മലയാള ഖുർആനിൽ വായിച്ചാൽ തോന്നിപ്പോകുന്നത് പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥങ്ങളിലും ഉള്ളത്. ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അള്ളാഹു ജാഹിലാണ് എന്നൊക്കെയാണ്, അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ KVയുടെ ഖുർആൻ പരിഭാഷയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തോന്നിപ്പോകുക എന്നൊക്കെയാണ് ഇവിടെ ആര് പറയുന്നത്? EK പറയുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ യുക്തിവാദം ഉന്നയിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോട്ട് പറഞ്ഞ രൂപത്തിലുള്ള യുക്തിവാദം ഉന്നയിക്കുന്നവർ ആരാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ KVയുടെ ഖുർആൻ പരിഭാഷയെ ക്രിസ്ത്യാനികളുടെ ഉൽപ്പത്തി പുസ്തകവുമായി താരതമ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പിന്നീട് EK നടത്തുന്നത്. കാണുക, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഉൽപ്പത്തി 6:6. അള്ളാഹുവിന് മുൻകൂട്ടി വിവരമില്ലാത്ത എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുവെന്നാണല്ലോ ഈ പറയുന്നത്. ഇത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. അതായത്
ക്രിസ്ത്യാനിയുടെ വിശ്വാസപ്രകാരം അള്ളാഹു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന രീതിയിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കെ വിയെ ഗണ്ണിക്കാനാണ് ശ്രമിക്കുന്നത്. KVയുടെ ഖുർആനിലും പറയുന്നത് ഇത് തന്നെയാണ്. ശേഷം താഴെ കണ്ടല്ലേ, KVയുടെ ഖുർആനിലും ഇത് തന്നെയാണ് ഉള്ളത് എന്നാ പറയുന്നത്. അള്ളാഹുവിന് അറിവുണ്ടാവാൻ വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. അതായത് അവന് മുൻകൂട്ടി അറിവില്ല എന്ന് രണ്ടും അസ്ലിന്റെ സ്ഥാനം പിടിച്ച പരിഭാഷയാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇനി പറകോട്ടെ, ആരാ ഇവിടെ യുക്തിവാദം ഉന്നയിച്ചത്? ആരാ ഉന്നയിച്ചത്? മുജാഹിദിനെ ചൊറിയാൻ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ മൗലാമാർ എന്തെല്ലാം എഴുതി വെച്ചിരുന്നൊന്നും നോക്കിയിട്ടില്ല വരേണ്ടത്. ഇനി അതിൻ്റെ എല്ലാം തൊട്ട് താഴെ എന്താണ് എഴുതിയിട്ടുള്ളത്? മഹാന്മാരായ ഇമാമുകൾ ഖുർആൻ പരിഭാഷ പാടില്ല, ഹറാമാണെന്ന് തീർപ്പ് കൽപ്പിച്ചത് എത്ര അർത്ഥവത്താണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നതാണ്. അപ്പോൾ ഖുർആൻ പരിഭാഷ എഴുതുന്നത് ഹറാമാണ്. ആര്? നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ മഹാന്മാരാണെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞത് എത്ര അർത്ഥവത്താണ് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ ഹറാമായ പ്രവൃത്തിയാണ് റഹ്മത്തുള്ളാ കാസിമി ചെയ്തത് എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ കോട്ടെ? അതുപോലെ തന്നെ KV ചെയ്തത് ഹറാമാണെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ നിന്റെ മറ്റുള്ള നേതാക്കന്മാർ ആരൊക്കെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ടോ അവരൊക്കെ ചെയ്തത് തനിച്ച ഹറാമാണ്. മനസ്സിലായല്ലോ? നിങ്ങളുടെ ഒരു ഫത്വയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫത്വ, ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തതും കാഫറുമായിട്ടുണ്ടെന്നും സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫത്വ വരാനുണ്ടായ കാരണം ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും അർത്ഥം കൊടുത്തതൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാണ് ആര് പറയുന്നത്? പറയുന്നത്. അതാണ് നിങ്ങളുടെയൊക്കെ വാദം. ഇല്ല എങ്കിൽ നിങ്ങൾ ആരെ തള്ളും? ഞങ്ങൾക്ക് അതറിയേണ്ടത്. ആരെ തള്ളും? യെ തള്ളുമോ? KVയെ തള്ളുമോ? റഹ്മത്തുള്ളാ കാസിമിയെ തള്ളുമോ? യെ തള്ളുമോ? അതുപോലെ നിങ്ങളെ സമസ്താലയത്തെ തള്ളുമോ കൊള്ളുമോ? പറയണം നിങ്ങൾ. വെറുതെ മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ വരരുത്. മനസ്സിലായില്ലേ? ഇനിയും പറയുന്നുണ്ട്. അപ്പുറം പറഞ്ഞത് എന്താണ്? സുന്നി വേഷം ധരിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പുറം പറയുന്നത് എന്താണ്? സുന്നി മൂടുപടം ധരിച്ചുകൊണ്ട്. മലയാള ഖുർആൻകാരൻ പറയുന്നത് കാണുക, മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരിക എന്നതും ഉണ്ടാവില്ല. KVയുടെ ഖുർആൻ പരിഭാഷ 301 പേജ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ അടിവേര് മുറിച്ചു കളയുന്ന ഒരു വാചകമാണ് ഇതെന്ന് കൊള്ളേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും അള്ളാഹു പലവിധ ഗൈബിയായ അറിവുകളും എന്നിട്ടോ അതിനാൽ വരാൻ പോകുന്ന പലതിനെ പറ്റിയും അവർ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും വർദ്ധിച്ചതാണ് ഇത്തരം സംഗതികൾ. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകൾ അതിനുണ്ട് താനും. എന്നിരിക്കെ അള്ളാഹു ഇവിടെ അദൃശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയില്ലെന്ന് പറയുമോ? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. വിശുദ്ധ ഖുർആൻ ഈ സ്ഥാനത്ത് പറഞ്ഞതെന്താണെന്ന് പിന്നീട് വിവരിച്ചു കൊള്ളാം. പറ മുസ്ലിയാരെ, നിങ്ങൾ ആരെ തള്ളും ആരെ കൊള്ളും? പറ, നിങ്ങൾ ആരെ തള്ളും ആരെ കൊള്ളും? ഇവിടെ KV എന്താണ് പറഞ്ഞത്? മറഞ്ഞ കാര്യങ്ങളൊക്കെ മഹാന്മാർക്ക് അറിയില്ല എന്നാണ് KV പറയുന്നത് ഖുർആൻ പരിഭാഷയിലൂടെ. ഖുർആനിലെ ആയത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. അതിനെ ഗണ്ണിക്കുകയാണ് ആര്? നിങ്ങളുടെ അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ട് എന്താ പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ അടിവേര് മുറിച്ചു കളയുന്ന വാചകമാണ് ഇതെന്ന് കൊള്ളേണ്ടതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അടിവേര് മുറിച്ചു കളയുന്ന വാദമാണ് ഈ ഖുർആനിന്റെ പറഞ്ഞ അർത്ഥം എന്നാണ് ആര് പറയുന്നത്? നിങ്ങളുടെ അബൂബക്കർ മുസ്ലിം. എന്താ നിങ്ങളുടെ വാദം ഈ വിഷയത്തിൽ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സക്കാഫി പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നടക്കുന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം, മറ്റന്ന് നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങളും പ്രവാചകനറിയാം. ഖിയാമത്ത് നാൾ എന്ന് സംഭവിക്കുമെന്ന് പ്രവാചകനറിയാം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവരോട് സംവാദത്തിന് വരെ വെല്ലുവിളിച്ചു. മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിട്ടില്ല. ഇനി കോട്ട് സക്കാഫിക്ക് ഇനി അതൊരു സംവാദത്തിൽ നിന്ന് എങ്ങനെയല്ലോ രക്ഷപ്പെട്ടതല്ലേ? ഇനി നിങ്ങൾ വാദപ്രകാരം നിങ്ങൾ മുജാഹിദുകളെ അങ്ങോട്ട് മൂക്കി കയറ്റാൻ വേണ്ടി പോയി, പക്ഷെ ഒന്നും നടന്നില്ല, മുജാഹിദുകൾ തടിയൂരി എന്നൊക്കെയാ പറയും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവാദം നടത്തി മൂക്കിൽ കയറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയത്തിലും ആവാം. ഈ വിഷയത്തിൽ നിങ്ങൾ ഭീമാപ്പള്ളിക്കാരൻ ഹുസൈൻ സക്കാഫിയുടെ വാദം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് റെഡിയാണ് എങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. അതും കൂടി നിങ്ങൾ സാന്ദർഭികമായി പറയുകയാണ്. എന്താണ്? ഇന്ന് നടക്കുന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങളും പ്രവാചകനെ അറിയാം, മഹാന്മാർക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വാദങ്ങളൊക്കെ അങ്ങനെ ആ രീതിയിലാണല്ലോ.
മഹാന്മാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങനെ അറിയാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിൽ തന്നെയാണ് ആര് പറയുന്നത്? EK അബൂബക്കർ മുസ്ലിയാരും പറയുന്നത്. എന്നാൽ നിങ്ങളുടെ നേതാവായ ഖുർആൻ പരിഭാഷ എഴുതിയ, നിങ്ങളുടെ വാദപ്രകാരം ഹറാമ് ചെയ്ത KVയുടെ ഖുർആൻ പരിഭാഷയിൽ കൊടുത്ത എന്താണ്? അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റൂല. ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റില്ല. ആരെ നിങ്ങൾ തള്ളും, ആരെ നിങ്ങൾ കൊള്ളും? പറ നിങ്ങൾ. ആരൊക്കെ ഇവര്? ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിയും. ആരെ തള്ളും കോട്ടെ. ഇവിടെ KV പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് EK പറഞ്ഞത്? KVയുടെ ഖുർആൻ പരിഭാഷയിലൂടെ പരിചയപ്പെടുത്തിയ അള്ളാഹു ആരുടെ അള്ളാഹു ആണ്? മുസ്ലിങ്ങളുടെ അള്ളാഹു അല്ല എന്നാ പറഞ്ഞത്. പിന്നെ ആരെയാണ്? ആ ദൈവം മുസ്ലിങ്ങളുടേതല്ല എന്നാണല്ലോ. എന്താണ് 1981 ജനുവരി 30 എഴുതിയ ലേഖനത്തിലുള്ളത്. ഇനി രണ്ടാമത്തെ ലേഖനത്തിൽ എന്താണുള്ളത്? രണ്ടാമത്തെ ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതിന് തൊട്ട് താഴെ വന്നതാണ് അള്ളാഹു വിവരമില്ലാത്തവനോ. ആര് പരിചയപ്പെടുത്തിയ അള്ളാഹു? ആര് പരിചയപ്പെടുത്തിയത്? ഖുർആൻ പരിഭാഷയിലൂടെ KV പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ചാണല്ലോ EK പറഞ്ഞത്. മറുപടി പറയണം ഖുറാഫി. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യുക്തിവാദമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് നിന്റെയൊക്കെ നേതാക്കന്മാരായ, നിങ്ങളൊക്കെ ഔലിയാക്കന്മാരായി കൊണ്ട് നടന്ന, നിങ്ങളുടെയൊക്കെ വലിയ സംഭവങ്ങളൊക്കെയായി നടന്നുകൊണ്ടിരുന്ന ഒരു എസ്സ പോലെ പേരൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ വിളിച്ചിരുന്ന ആളുകളൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി പോയി പഠിച്ചിട്ട് വേണം മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ. മനസ്സിലായല്ലോ? തല്ല് ചോദിച്ച് വാങ്ങിക്കരുത്, വടി കൊടുത്ത് അടിവാണിക്കാതിരിക്കരുത്. പച്ച നുണ ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതന്റെ പേരിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിച്ചു. അതിലൂടെ മുജാഹിദുകളുടെ പേരിൽ യുക്തിവാദമൊക്കെ ആരോപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ ഹാരിസ് ബിൻ സലീമിന്റെ വാദം എന്തായിരുന്നു? ഈ പറയുന്ന CN അഹമ്മദിന്റെ വാദമായിരുന്നോ? അല്ലല്ലോ. അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മുജാഹിദിന്റെ പണ്ഡിതനായ അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇതിനെ കുറിച്ച് പറയുന്ന ഭാഗം അതിവിദഗ്ധമായി കട്ടുമുറിച്ചുകൊണ്ട് ജൂതനസാറാക്കളുടെ പാരമ്പര്യം പേറുന്നവർ ഈ രീതിയിൽ ജൂതന്മാരുടെ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം അത് നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണല്ലോ. അങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ എത്ര കാലം കഴിയും നിങ്ങൾക്ക്? നിങ്ങൾ കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് എത്രയാണ് ആയുസ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവരൊരു വീഡിയോ ഇറക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരെ കണക്കെ അല്ലല്ലോ, മുസ്ലിയാക്കന്മാരെ കണക്കെ അല്ലല്ലോ. നമ്മളൊക്കെ പല ജോലികളും മറ്റും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഡിലേ ആയി പോകുന്നത്. അതല്ലാതെ മുസ്ലിയാക്കന്മാരെ പോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് എങ്കിൽ ഇവരൊക്കെ മൈക്ക് ഓഫ് ആക്കി വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ അതിനൊക്കെ മറുപടി കൊടുത്തിരിക്കും. ഇത്രയേ ഉള്ളൂ വിഷയം. ഈ മുസ്ലിയാക്കന്മാരുടെ സംസാരത്തിനൊക്കെ മറുപടി കൊടുക്കാൻ ഇതിനൊന്നും വലിയ പണ്ഡിതന്മാരൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. മനസ്സിലായല്ലോ? ഈ കോട്ട് സഖാഫിക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി ഒരു പണ്ഡിതന്റെ ആവശ്യമില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ തന്നെ അധികമാണ്. കോട്ട് സഖാഫി, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രഭാഷണം നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ ഭാര്യയോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനോടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനിയനുണ്ടെങ്കിൽ അനിയനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോടോ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയുക. ഇതിനൊക്കെ മറുപടി കൊടുത്ത ഞങ്ങളുടെ ഇപ്പൊ എൻ്റെ അടക്കമുള്ള ആളുകളുടെ സംസാരവും അവർക്ക് കേൾപ്പിക്കുക. എന്നിട്ട് അവരോട് പറയാൻ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ശരിയായി തോന്നിയത്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് രണ്ട് കേട്ടപ്പോൾ മനസ്സിലായതെന്നൊക്കെ ഒന്ന് ചോദിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. മനസ്സിലായല്ലോ? നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങളുടെ മകനുണ്ടെങ്കിൽ മകനോട് ചോദിക്ക്, അവർ പറഞ്ഞു തരും. ഉപ്പ നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, ഇല്ലെങ്കിൽ പിന്നെ മോനെ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, നിങ്ങൾ ഉപ്പയാണ് നിങ്ങൾക്ക് മറുപടി തരുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനാണെങ്കിൽ അനിയ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി നാറുന്നത്, എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ നിന്നെ ചെണ്ടയാക്കുന്നത്, നമ്മൾ കാണേണ്ട അവസ്ഥയുണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളോട് പറയും. നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങളോട് പറയും. നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ പ്രഭാഷണം കേൾപ്പിക്കുക, അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന മറുപടിയും കേൾപ്പിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് അതിനൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിനോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിനോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോടോ നിങ്ങൾ പറ. അപ്പോൾ അവർ പറഞ്ഞു തരും എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് വഷളാകുന്നത് എന്നൊക്കെ നിങ്ങളുടെ ആളുകൾ നിങ്ങളോട് പറഞ്ഞു തരും. മനസ്സിലായല്ലോ? എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ വരുമ്പോൾ അതാദ്യം ഇവർക്ക് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉള്ള വാദം തന്നെയാണോ, എന്താണ് അവർ അതിനെക്കുറിച്ചൊക്കെ ലേഖനം എഴുതിയിട്ടുള്ളത്, എന്താണ് അതിനെക്കുറിച്ചൊക്കെ അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ ഒന്ന് കേൾക്കുകയും പഠിക്കുകയും ശ്രമിക്കണം. ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ വഷളാകുമെന്നതിൽ ഒരു സംശയവുമില്ല. മനസ്സിലായല്ലോ? നിങ്ങളുടെ നേതാവായ KV ഇറക്കിയ ഖുർആൻ പരിഭാഷയിലൂടെ KV പഠിപ്പിച്ച അള്ളാഹു ഏതാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ നേതാവായ EK പറഞ്ഞത്. ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തമ്മിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പലതും കാണിച്ചു തന്നത്. ഇങ്ങനെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചതല്ല. മനസ്സിലായല്ലോ? വയ്യെ പോന്നവനൊന്നും എഴുതി വെച്ചതല്ല.
മനസ്സിലായല്ലോ? നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ വിഷയത്തിൽ പോലും പരസ്പര വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഈ രീതിയിൽ തന്നെയാണ്. മനസ്സിലായല്ലോ? മറഞ്ഞ കാര്യങ്ങൾ മഹാന്മാർക്ക് അറിയുമെന്ന വിഷയത്തിൽ പോലും പല തട്ടിലാണ്. ഖുർആൻ പരിഭാഷ ഒരു വിഷയമായി കൊണ്ടുവന്നതുകൊണ്ട് ഖുർആൻ പരിഭാഷയിൽ നിന്ന് മാത്രം നമ്മൾ കാണിച്ചു, ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട്. മനസ്സിലായല്ലോ? എന്തൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചകന്റെ പേരിലും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ മുകളിലുമൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായി തന്നെയുണ്ട് മുസ്ലിയാരെ. ആശങ്ക വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അമ്പിയാക്കളുടെ അല്ലെങ്കിൽ മുർസലീങ്ങളുടെ പ്രവാചകത്വം തെളിയിക്കാനുള്ള മുഅ്ജിസത്തുകൾ പോലും അവർക്ക് സമൂഹത്തിൽ പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ വിശ്വാസമില്ല എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളെയൊക്കെ യുക്തിവാദികളോട് സമാനമായി തന്നെ ഡിങ്കൻ കഥകളും മായാവി കഥകളും ബാലരമകളുമായി ഇത്തരം കാര്യങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതേ സമയത്ത് ഇല്ലാത്ത കളവുകൾ പറയുന്നതിനെ ഞാൻ പിന്തുണക്കുകയല്ല. ചില ആളുകൾ എവിടുന്നെങ്കിലുമൊക്കെ കേട്ടതൊക്കെ വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതൊന്നും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാകുന്നു. അത് കളവാണ്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഇല്ലാത്തതാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായൊരു കാര്യം, അഭൗതികമായൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിഷേധിക്കുകയാണ്. കോട്ട് സക്കാഫിയുടെ പച്ച നുണ കണ്ടില്ലേ? മുഅ്ജിസത്ത് നിഷേധികളാണ്, കറാമത്ത് നിഷേധികളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം. എന്തിന്റെ പേരിൽ? ഇവരുടെ മുസ്ലിയാക്കന്മാർ CM മടവൂരിന്റെ ഒക്കെ പേരിൽ പറഞ്ഞ കള്ളത്തരങ്ങൾക്കൊക്കെ ഞങ്ങൾ കൃത്യമായി മറുപടി പറയുകയും ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് എന്നും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് എന്നും ഇത് കറാമത്തല്ല കള്ളത്തരം മാത്രമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കണ്ടെത്തിയ ഒരു പുതിയ തന്ത്രമാണ് ഈ രീതിയിൽ കള്ള ആരോപണം നടത്തുക. മുഅ്ജിസത്ത് നിഷേധികളാണ്, കറാമത്ത് നിഷേധികളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ? തെളിവ് കാണിക്കണം കോട്ടെ. ഈ പറയുന്ന മുഅ്ജിസത്ത്, കറാമത്ത് പോലുള്ള വിഷയങ്ങൾ, ഖുർആൻ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ, അത്ഭുതകരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഹദീസുകളിൽ വന്ന വിഷയങ്ങൾ ഏതിനെയാണ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുള്ളത്, പ്രഭാഷണം നടത്തിയിട്ടുള്ളത്, ഏതിനെയാണ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് ഒന്ന് കാണിക്കണം. വെറുതെ ആരോപണം പറയുകയല്ല വേണ്ടത്. ഇങ്ങനെ എന്ത് ആരോപണം കൊണ്ടുവന്നാലും ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സമസ്താലയം എന്ന് പറയുന്ന ആ കൂടാരം തന്നെ ഉണ്ടാക്കിയത് മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയാണ്. അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജാറവുമായി ബന്ധപ്പെട്ടാണ്. ജാറമുണ്ടോ അവിടെ സമസ്തയുണ്ട്, സമസ്തയുണ്ടോ അവിടെ ജാറമുണ്ട്. എന്നാൽ ജാറത്തിന്റെ പേരിലാണെങ്കിലോ ഒരുപാട് കറാമത്ത് എന്ന പേരിലും അതുപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങളായിക്കൊണ്ടും പിന്നെ അവർക്ക് തന്നെ പല പേരുകളും നൽകിക്കൊണ്ടും ഇങ്ങനെ വലിയ സംഭവങ്ങളായി വലിയ ഡെക്കറേഷനുകളൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളിങ്ങനെ ഊതി വീർപ്പിക്കുന്നു എന്നതിലപ്പുറം ഒരു ചുക്കും തന്നെയില്ല. അതുകൊണ്ട് തന്നെ സമസ്താലയത്തിലെ പുരോഹിതന്മാർ എന്ത് ആരോപണം കൊണ്ടുവന്നാലും എന്ത് വലിയ സംഭവമായി കൊണ്ടുവന്നാലും അതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസുകൾ മാത്രമേ ഉള്ളൂ എന്നത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. വിഷയങ്ങൾ പഠിക്കണം, കൃത്യമായി തന്നെ നമ്മൾ വിഷയങ്ങൾ പഠിക്കണം. എന്താണ് മുജാഹിദുകൾ പറയുന്നത് എന്നൊക്കെ മുജാഹിദിൽ നിന്ന് കേൾക്കണം. അതല്ലാതെ ഇത്തരം കപടന്മാരായ കള്ളത്തരം മാത്രം പറയാൻ വേണ്ടി വള്ളത്തലയിൽ കെട്ടും കെട്ടി വെള്ളവസ്ത്രവും ധരിച്ച് ഇറങ്ങി പുറപ്പെട്ട മുസ്ലിയാക്കന്മാരിൽ നിന്നല്ല നമ്മൾ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകളുടെ വാദം എന്താണോ അത് മുജാഹിദുകളിൽ നിന്നാണ് കേൾക്കേണ്ടത്. മുജാഹിദുകൾ എന്താണ് പറയുന്നത് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതല്ലാതെ പുരോഹിതന്മാർ കള്ളത്തരങ്ങളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനുള്ള കാരണം അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ളതിന്റെ വെപ്രാളത്തിൽ നിന്നാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.